Hello guys, welcome back to Online Academy. I am Akhil. You are watching Premiere Pro Tutorials. ഈ വീഡിയോയിൽ നമുക്ക് പ്രീമിയർ പ്രോയുടെ ടോട്ടൽ ഇന്റർഫേസും നമുക്കൊന്ന് പഠിക്കാം. പ്രീമിയർ പ്രോ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒന്നാണ് അതിൻ്റെ ഇന്റർഫേസ്. സോ പ്രീമിയർ പ്രോ നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു വിൻഡോ ആണ് ഓപ്പൺ ചെയ്ത് വരിക. ഓക്കെ, റീസെൻ്റ്ലി ഓപ്പൺ ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊജക്ട് ഫയലുകളുടെയും പാത്ത് ഇവിടെ കാണുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് ആയിട്ടും ടോപ്പിൽ പ്രീമിയർ പ്രോയുടെ ലോഗോ കാണുന്നുണ്ട്. അതിന് തൊട്ട് താഴെ ന്യൂ പ്രൊജക്റ്റ് കാണുന്നുണ്ട്. അതിന് തൊട്ട് താഴെ ഓപ്പൺ പ്രൊജക്റ്റ് ആൻഡ് അതിന് താഴെ ഹോം വിൻഡോ ആണ് ഇപ്പോൾ ആക്ടിവേറ്റ് ആയിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ ലേൺ. പിന്നീട് താഴത്തോട്ട് വരികയാണെങ്കിൽ ന്യൂ ടീം പ്രൊജക്റ്റ് എന്ന ഓപ്ഷൻ കാണുന്നുണ്ട്. അതിന് തൊട്ട് താഴെ ഓപ്പൺ ടീം പ്രൊജക്റ്റ് എന്ന ഓപ്ഷൻ കാണുന്നു. പിന്നീട് ഓപ്പൺ പ്രീമിയർ റഷ് പ്രൊജക്റ്റ് എന്ന ഓപ്ഷനും കാണുന്നുണ്ട്. പിന്നീട് ടോപ്പ് റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സെർച്ച് ഐക്കണും ഗിഫ്റ്റ് ബോക്സും പിന്നീട് നമ്മൾ ഏത് അക്കൗണ്ട് ത്രൂ ആണോ പ്രീമിയർ പ്രോ ആക്സസ് ചെയ്യുന്നത് ആ അക്കൗണ്ട് ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ആദ്യം ഈ വിൻഡോ എന്താണെന്ന് നമുക്ക് പഠിക്കാം. ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിന് തൊട്ട് താഴെ ഓപ്പൺ പ്രൊജക്റ്റ് എന്ന ഓപ്ഷൻ കാണുന്നുണ്ട്. അതായത് റീസെൻ്റ്ലി ഓപ്പൺ ചെയ്യപ്പെടാത്ത റീസെൻറ്റ് പ്രൊജക്റ്റിലേക്ക് പാത്ത് കണക്ട് ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ പുറത്തു നിന്നും നമ്മൾ ചെയ്യുന്ന പി സിയിലേക്ക് എടുത്തു കൊണ്ടുവന്നിരിക്കുന്ന പ്രൊജക്റ്റുകളെ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഓപ്പൺ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ദെൻ തൊട്ട് താഴെ കാണുന്നത് ഹോമിനകത്ത് പൊതുവെ കാണുന്നത് റീസെൻ്റ്ലി ഓപ്പൺ ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റുകളായിരിക്കും. ഇവിടെ വിസിബിളായി കാണുന്ന എല്ലാ പ്രൊജക്റ്റുകളെല്ലാം ഏറ്റവും അവസാനം ഏതാണോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്ന ടൈം പീരീഡിലായിരിക്കും ഇവിടെ സോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ റീസെൻറ്റ് പ്രൊജക്റ്റിൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത് ഈ അടുത്ത് ഏറ്റവും റീസെൻ്റ്ലി ഓപ്പൺ ചെയ്തിരിക്കുന്ന അവസാനത്തെ പ്രൊജക്റ്റ് ആയിരിക്കും. അതിന് തൊട്ട് താഴെ അതിന് തൊട്ട് മുൻപ് ഓപ്പൺ ചെയ്തിരിക്കുന്ന റീസെൻറ്റ് പ്രൊജക്റ്റ് ആയിരിക്കും. സോ അങ്ങനെയായിരിക്കും ഇത് സോർട്ട് ഔട്ടായി കിടക്കുന്നത്. ദെൻ ലേൺ എന്ന വിൻഡോയിലേക്ക് കടന്നു പോകുന്ന സമയത്ത് പ്രീമിയർ പ്രോയിൽ വന്നിരിക്കുന്ന പുതിയ അപ്ഡേഷനുകളും AI ടൂൾസുകളും ഇവിടെ കാണാൻ സാധിക്കും. ഇവയെല്ലാം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചുമുള്ള 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ ഡ്യൂറേഷനുള്ള വീഡിയോസിൽ ഇതിൽ കാണാൻ സാധിക്കും. ഇത് നോക്കി നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇത് അഡോബ് ഡയറക്റ്റ്ലി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലേണിംഗ് ക്ലാസ്സസ് ആണ്. ദെൻ ലെഫ്റ്റ് സൈഡ് താഴെ കാണുന്ന ആദ്യത്തെ ഓപ്ഷനാണ് ന്യൂ ടീം പ്രൊജക്റ്റ്. ന്യൂ ടീം പ്രൊജക്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപക്ഷെ ഒരു ഷോർട്ട് ഫിലിം എടുക്കുകയാണെന്ന് കരുതട്ടെ. അത്തരത്തിൽ ഷൂട്ട് ചെയ്യപ്പെട്ട ഒരു ഷോർട്ട് ഫിലിമിൽ എഡിറ്ററായി വർക്ക് ചെയ്യുന്നത് ഒരാൾ മാത്രമായിരിക്കില്ല. അതുപോലെ നോർമൽ എഡിറ്റിംഗ് മാത്രമായിരിക്കില്ല അതിന് വേണ്ടത്. മോഷൻ ഗ്രാഫിക്സും അനിമേഷൻസും സൗണ്ട് എഫക്ട്സും സൗണ്ട് ഡിസൈനിങ്ങും കളർ ഗ്രേഡിങ്ങും എഡിറ്റിങ്ങും ഇത്തരത്തിലുള്ള പല മേഖലകളെ ഉൾക്കൊണ്ടുകൊണ്ടാവണം ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു ഫിലിം നമുക്ക് പുറത്തിറക്കേണ്ടി വരിക. സോ അത്തരത്തിലുള്ള വർക്കുകളെല്ലാം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കില്ല. സോ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വലിയ പ്രൊജക്റ്റുകളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പ്രീമിയർ പ്രോ നമുക്ക് തരുന്ന ഒരു ഓപ്ഷനാണ് ടീം പ്രൊജക്റ്റ്. സോ ടീം പ്രൊജക്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു വിൻഡോ ആണ് ഓപ്പൺ ചെയ്ത് വരിക. ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് വരുന്ന വിൻഡോയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ടീം പ്രൊജക്റ്റിന് പേര് നൽകാൻ പറ്റും, ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റും, ഏതെല്ലാം അക്കൗണ്ടിലൂടെയാണ് ഈ പ്രൊജക്റ്റ് ആക്സസ് ചെയ്യപ്പെടേണ്ടതെന്നുള്ള ഓപ്ഷനും കാണാൻ പറ്റും. സോ നെറ്റ്വർക്ക് ത്രൂ വർക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് പ്രീമിയർ പ്രോയുടെ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള വലിയ പ്രൊജക്റ്റുകളെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. പിന്നീട് ഓപ്പൺ ടീം പ്രൊജക്റ്റ് എന്ന ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ടീം പ്രൊജക്റ്റിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണിത്. ദെൻ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെ കാണിക്കുന്ന ഓപ്ഷനാണ് ഓപ്പൺ പ്രീമിയർ റഷ് പ്രൊജക്റ്റ്. പ്രീമിയർ റഷ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അഡോബ് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് പ്രീമിയർ റഷ്. അതായത് പ്രീമിയർ പ്രോയിൽ ചെയ്യാൻ സാധിക്കുന്ന പ്രൊഫഷണൽ എഡിറ്റുകൾ പോലെയല്ലാതെ ചെറിയ എഡിറ്റുകളും ചെറിയ സൗണ്ട് ഡിസൈനിങ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് പ്രീമിയർ റഷ്. അതായത് ഈ സോഫ്റ്റ്വെയർ എവിടെ യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കട്ടെന്ന് പറഞ്ഞതിന് ശേഷം ക്യാമറ ടിൽറ്റ് ചെയ്തോ ചരിച്ചോ അല്ലെങ്കിൽ മൂവ്മെന്റ് വരുത്തിയോ മാത്രമായിരിക്കാം ക്യാമറയിലെ റെക്കോർഡിംഗ് ഓഫ് ആക്കുക. അത്തരത്തിലുള്ള എല്ലാ ഫൂട്ടേജും എഡിറ്റിംഗ് ടേബിളിലേക്ക് ഡയറക്റ്റ്ലി കൊണ്ടുവരുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എഡിറ്റ് ചെയ്യാൻ. സോ സ്പോട്ട് എഡിറ്റിങ്ങിന് വേണ്ടിയാണ് പ്രീമിയർ റഷ് എന്ന സോഫ്റ്റ്വെയർ പൊതുവെ യൂസ് ചെയ്യുക. ഐപാഡിലും ഐഫോണിലും ഈ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. സോ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നീട് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 30 ഐപാഡ് ആൻഡ് ഐഫോൺ പ്ലാറ്റ്ഫോമിലേക്ക് പ്രീമിയർ പ്രോ അഡോബ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ചെക്ക് ചെയ്യേണ്ടതാണ്. സോ നമുക്ക് പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ന്യൂ പ്രൊജക്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലുള്ള ഒരു വിൻഡോ ആണ് ഓപ്പൺ ചെയ്ത് വരിക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റിന് ഒരു പേര് കൊടുക്കണം. അതിനുള്ള നെയിം പാനൽ കാണുന്നുണ്ട്. ദെൻ അത് എവിടെ സേവ് ചെയ്യണം എന്നുള്ള ലൊക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൊബൈൽ ഫോണുകളിലെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളെ പോലെയല്ലാതെ പി സിക്കകത്തും ലാപ്ടോപ്പിനകത്തും വരുന്ന ഇത്തരത്തിലുള്ള പ്രീമിയർ പ്രോ, ഡാവിഞ്ചി റിസോൾവ്, ആഫ്റ്റർ എഫക്ട്സ് അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം പ്രൊഫഷണൽ സോഫ്റ്റ്വെയർസ് ആണെന്ന് പറയാനുള്ള മെയിൻ കാരണം തന്നെ ഇതിനകത്തുള്ള പ്രൊജക്റ്റ് ഫയലുകൾ നമുക്ക് സേവ് ചെയ്യാനും സെൻഡ് ചെയ്യാനും മറ്റുള്ള പി സിയിലേക്ക് എടുത്ത് മാറ്റാനും എല്ലാം സാധിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് ഫയലിനെ മറ്റൊരു പി സിയിലേക്ക് മാറ്റാനും അവിടെ കൊണ്ടുപോയി വേറൊരു എഡിറ്റ് ചെയ്യാനും എല്ലാം സാധിക്കും. ഞാൻ ഈ പ്രൊജക്റ്റിന് ഇൻ്റർഫേസ് എന്ന പേര് കൊടുക്കുന്നു. ഞാൻ ഡെസ്ക്ടോപ്പിനകത്ത് കൊണ്ടുപോയി സേവ് ചെയ്യുകയാണ്.
ഇനി ഈ ഓപ്ഷന് താഴെ സ്കിപ്പ് ഇമ്പോർട്ട് മോഡ് എന്നൊരു ഓപ്ഷൻ കൂടി കാണുന്നില്ലേ? ഇത് 2024 മുതൽ പ്രീമിയർ പ്രോയ്ക്കകത്ത് വന്നൊരു അപ്ഡേഷൻ ആണ്. അതായത് ഡയറക്റ്റ്ലി എഡിറ്റ് മോഡിലേക്ക് പോവാതെ എഡിറ്റ് ചെയ്യപ്പെടേണ്ട ഫയലുകൾ ഡയറക്റ്റ്ലി ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് വിൻഡോയിലേക്ക് പോകുന്ന രീതിയിലാണ് പുതിയ അപ്ഡേഷനിൽ ഓപ്ഷൻ കയറി വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ ഇമ്പോർട്ട് മോഡ് എന്ന ഓപ്ഷൻ സ്കിപ്പ് ചെയ്യാതെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഡയറക്റ്റ്ലി നമ്മൾ കയറിയിരിക്കുന്നത് ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്ന വിൻഡോയിലേക്കാണ്. ഇമ്പോർട്ട് മോഡിന് അടുത്തായി ഇമ്പോർട്ട് വിൻഡോയും എക്സ്പോർട്ട് വിൻഡോയും കാണാം. ഒരു പക്ഷേ ഞാൻ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ സ്കിപ്പ് ഇമ്പോർട്ട് മോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ്ലി എഡിറ്റ് വിൻഡോയിലേക്കായിരിക്കും ഞാൻ എത്തിപ്പെടുക. സോ നമ്മൾ പ്രീമിയർ പ്രോയുടെ ഇൻ്റർഫേസിലേക്ക് കയറി കഴിഞ്ഞു. ഈ ഭാഗത്താണ് എല്ലാവർക്കും കൂടുതലായും ഡൗട്ട് തോന്നാനുള്ള ചാൻസ് ഉള്ളത്. നമ്മൾ ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏതെല്ലാം രീതിയിലുള്ള വർക്ക് സ്പേസുകളുണ്ട് എന്നാണ്. റൈറ്റ് സൈഡ് ടോപ്പിലുള്ള വർക്ക് സ്പേസ് സെലക്ടർ ഓപ്പൺ ചെയ്താൽ അതിനകത്ത് സ്റ്റാർട്ടർ, എസെൻഷ്യൽ, വെർട്ടിക്കൽ, ലേണിംഗ്, അസംബ്ലി, എഡിറ്റിംഗ്, കളർ, എഫക്ട്സ്, ഓഡിയോ, ക്യാപ്ഷൻ, ഗ്രാഫിക്സ്, റിവ്യൂ, ലൈബ്രറി എന്നിങ്ങനെ നിരവധി വർക്ക് സ്പേസുകളെ കാണാൻ സാധിക്കും. ഈ വർക്ക് സ്പേസുകളെല്ലാം എന്തിനാണ്, എങ്ങനെയാണ്, ഏതെല്ലാം രീതിയിലാണ് ചേഞ്ച് ആവുന്നത് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നീട് ഈ കാണുന്ന ഓരോ വർക്ക് സ്പേസിലും പല ഭാഗത്തായി പ്ലേസ് ചെയ്തിരിക്കുന്ന പാനൽസ് നമുക്ക് കാണാൻ സാധിക്കും. പ്രോഗ്രാം മോണിറ്റർ, ടൈം ലൈൻ പാനൽ, പ്രൊജക്ട് പാനൽ, ഗ്രാഫിക്സ് ടെംപ്ലേറ്റ്സ്, എഫക്ട്സ് പാനൽ, എഫക്ട് കൺട്രോൾ പാനൽ, ഓഡിയോ മിക്സർ, ടെക്സ്റ്റ് പാനൽ, സോഴ്സ് ക്ലിപ്പ് പാനൽ, പ്രോപ്പർട്ടീസ് എന്നിങ്ങനെ നിരവധി പാനൽസിൽ കാണാൻ സാധിക്കും. ഇവയെല്ലാം കൃത്യമായി മനസ്സിലാക്കലാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഫ്ലെക്സിബിളായി പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. റൈറ്റ് സൈഡ് ടോപ്പിലുള്ള വർക്ക് സ്പേസ് സെലക്ടറിൽ നിന്നും വർക്ക് സ്പേസ് സെലക്ട് ചെയ്തതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം കൂടെയാണ് ടോപ്പിൽ കാണുന്ന വിൻഡോസിനകത്ത് കയറി വർക്ക് സ്പേസ് സെലക്ട് ചെയ്യുന്നതും. കാരണം നമുക്ക് എഡിറ്റിംഗ് എന്ന വർക്ക് സ്പേസിൽ കാണുന്ന ഈ പാനൽസ് എല്ലാം ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും മാറ്റിവെക്കാം. ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ ടോപ്പിലേക്കോ ബോട്ടം സൈഡിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും മാറ്റിവെക്കാം. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പാനലുകളെ നമുക്ക് ക്ലോസ് ചെയ്ത് കളയാനും പറ്റും. പക്ഷേ ഇത്തരത്തിലെല്ലാം നമുക്ക് ആവശ്യമനുസരണത്തിന് ചേഞ്ചസ് വരുത്തിയതിന് ശേഷം പഴയ രീതിയിലേക്ക് തന്നെ ഈ എഡിറ്റിംഗ് വർക്ക് സ്പേസിനെ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ടോപ്പിൽ കാണുന്ന വിൻഡോസിൽ കയറി വർക്ക് സ്പേസിൽ കയറി റീസെറ്റ് ടു സേവ്ഡ് ലേഔട്ടിലേക്ക് മാറ്റുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വർക്ക് സ്പേസ് നമ്മൾ വരുത്തിയ മാറ്റങ്ങളെല്ലാം തിരുത്തിക്കൊണ്ട് പഴയ അവസ്ഥയിലേക്ക് വരുത്താൻ സാധിക്കുകയുള്ളൂ. ഇതിൽ പ്രീസെറ്റ് ആയിരിക്കുന്ന വർക്ക് സ്പേസിന് പുറമെ നമ്മുടെ താല്പര്യപ്രകാരമുള്ള വർക്ക് സ്പേസുകൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വർക്ക് സ്പേസിൽ പാനലുകളെ പ്ലേസ് ചെയ്തതിനു ശേഷം ടോപ്പിൽ കാണുന്ന വിൻഡോസിൽ കയറി വർക്ക് സ്പേസിനകത്ത് കയറി റീസെറ്റ് ടു സേവ്ഡ് ലേഔട്ട് എന്ന ഓപ്ഷന് താഴെ കാണുന്ന സേവ് ആസ് ന്യൂ വർക്ക് സ്പേസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആവശ്യമുള്ള പേരിൽ നമുക്ക് വർക്ക് സ്പേസുകൾ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഞാനിപ്പോൾ അഖിൽ എന്ന പേരിൽ ഞാൻ ഈ വർക്ക് സ്പേസ് മാറ്റുകയാണ്. സോ കണ്ടില്ലേ, അഖിൽ എന്ന പേരിൽ ഈ വർക്ക് സ്പേസ് മാറിയിട്ടുണ്ട്. സോ റൈറ്റ് സൈഡ് ടോപ്പിലുള്ള വർക്ക് സ്പേസ് സെലക്ടറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ അഖിൽ എന്ന പേരിലൊരു വർക്ക് സ്പേസ് സേവ് ആയിട്ടുണ്ട്. ദെൻ ടോപ്പിലുള്ള വിൻഡോസിനകത്ത് കയറി വർക്ക് സ്പേസ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഏറ്റവും മുകളിലായിട്ട് അഖിൽ എന്ന പേരിൽ ഒരു വർക്ക് സ്പേസ് സേവ് ആയിട്ടുണ്ടാവും. സോ നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് പ്രീമിയർ പ്രോയ്ക്കകത്തുള്ള വർക്ക് സ്പേസിനെ കുറിച്ചാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്ക് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വർക്ക് സ്പേസ് എല്ലാം മാനേജ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇത് എത്രത്തോളം തറവാക്കുന്നോ അത്രത്തോളം ഫ്ലെക്സിബിളായി വർക്ക് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോയ്ക്കകത്ത് പ്രീമിയർ പ്രോയുടെ എല്ലാ ഇൻ്റർഫേസിനെ കുറിച്ചും സംസാരിക്കുന്നില്ല. ഇനിയും ബാക്കിയായി മുകളിലുള്ള ഫയൽ, എഡിറ്റ്, ക്ലിപ്പ്, സീക്വൻസ്, മാർക്കേഴ്സ്, ഗ്രാഫിക്സ് ആൻഡ് ടൈറ്റിൽസ്, വ്യൂ, വിൻഡോ, ഹെൽപ്പ് എന്നിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കൂടെ ഉണ്ട്. അതെല്ലാം വരുന്ന ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. കാരണം എല്ലാം ഒരുമിച്ച് പറഞ്ഞാൽ കൺഫ്യൂഷനായി പോകും. വരുന്ന ക്ലാസ്സുകളിൽ പ്രീമിയർ പ്രോയിലെ എല്ലാ ഓപ്ഷനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡൗട്ട്സും അഭിപ്രായങ്ങളും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. സോ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരാം. ഗുഡ് ബൈ.